ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. കുറച്ച് പെയിൻറ്റിങ് ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. വീട്ടിലെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതാ ഇവരെ കണ്ടുകൊണ്ടായിരിക്കും. ഇന്ന് ഒരുത്തനെ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. അങ്ങനെ എണീച്ച് രാവിലത്തെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് പിന്നെ നേരെ ദേ ക്ലീനിങ്ങിലേക്ക് കടന്നു. മക്കള് രണ്ടും എണീച്ച് പോയി ബെഡെല്ലാം ഒരുമാതിരി ബെഡ്ഷീറ്റെല്ലാം വാരി വലിച്ചിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു, പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അധിക ദിവസം ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ചത്. അതുകൊണ്ട് പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാൻ നിന്നില്ല ഞാൻ. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചു. അതിനിടയ്ക്ക് മക്കൾ അതിലിതിലെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെക്കാട്ടി വലിയ ബെഡ്ഷീറ്റായിരുന്നു. ഞാൻ ഇരുന്നും നിരക്കും കിടന്നും എങ്ങനെയൊക്കെയോ ആണ് ബെഡൊക്കെ വിരിച്ചെടുത്തത്. അതും നല്ല നീളം ഉണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്കൊന്നും അങ്ങനെ വിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വിരിച്ചു. എന്തോരം നീളാന്ന്, ഭയങ്കര നീളാണ്. ഇവിടുന്ന് ഇവിടേക്കും പോയി അവിടേക്കും പോയി അങ്ങനെ എന്തൊക്കെയോ ആക്കിയിട്ട് ഞാൻ എന്താക്കി, ആ ബെഡ്ഷീറ്റ് അങ്ങ് നല്ല വൃത്തിക്ക് വിരിച്ചിട്ടു. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് പിന്നെയും അലങ്കോലാക്കി ഇടാനുള്ളതാണ് എന്നറിയാം. എന്നാലും നമ്മൾ എന്താ പറയുക, ജസ്റ്റ് ഒരു നന്നായി കിടന്നോട്ടെ എന്ന് കരുതി അങ്ങനെ ഇതാ ഇരുന്നും ഇറങ്ങിയൊക്കെ ഞാൻ ബെഡ് വിരിച്ചിട്ടു. പിന്നെയുള്ള പണി എന്താ പില്ലോ കവറൊക്കെ നേരെയാക്കി. അങ്ങനെ ഇവിടുത്തെ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഞാൻ പോയത് ഹാളിലേക്കാണ്. ഈ മക്കളുള്ളത് കൊണ്ട് തന്നെ ഓരോ സാധനങ്ങൾ വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും. കളിപ്പാട്ടങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുന്നോളം കളിപ്പാട്ടങ്ങളുണ്ടാവും വലിച്ച് വാരിയിട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഇതേ സോഫയിലെ തുണിയെല്ലാം കൂടി വാരി വലിച്ചെടുത്തിട്ട് നിലത്തിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ജനലൊക്കെ അങ്ങ് തുറന്നിട്ടു. ജനൽ തുറന്നിട്ട് തന്നെ കുറച്ചൊരു വെളിച്ചവും കാറ്റും കിട്ടുമ്പോൾ തന്നെ നമുക്കും ഒരു ഇതാണ്, പണി ചെയ്യാനാണെങ്കിലും കൂടി. എൻ്റെ വീട്ടിലങ്ങനെ ആരും ഈ ജനലൊന്നും അങ്ങനെ തുറന്നിടില്ല കേട്ടോ. പക്ഷെ അമ്മയാണെങ്കിൽ രാവിലെ ജോലിക്ക് പോവും, പിന്നെ അച്ഛനും പോവും, അനിയൻ ക്ലാസ്സിലും പോവും. വീട്ടിൽ അച്ഛമ്മ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ജനലൊക്കെ തുറന്ന് പകൽ ജനൽ തുറന്നിടുന്ന ശീലമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഞാൻ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീടിൻ്റെ അടുത്തുള്ളൊരു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മേലെ വീട്ടിലേക്ക്. അങ്ങനെ അവരോട് വർത്തനം പറഞ്ഞ് ഇതിലൊന്ന് റെഡിയാക്കി അവരോട് വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മൂസ് പിന്നെ രാവിലത്തെ പല്ല് തേപ്പിലാണ്. അമ്മൂസിന് പല്ല് വന്നിട്ടില്ലെങ്കിലും കൂടി അവൻ ബ്രഷും എടുത്തുകൊണ്ട് നടക്കും അവള്. കുഞ്ഞൂസ് ഇതാവണ്ടേ എൻ്റെ ചാർജറും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അവൻ അതിൽ. അമ്മൂസിന് പല്ലില്ലാത്ത പല്ലും തേക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ അവള് ബ്രഷും എടുത്തിട്ട് ഏട്ടൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അവർ ഈ കാണുന്ന സ്നേഹമൊന്നും ഉണ്ടാവില്ല. അവർ 5 മിനിറ്റിൽ ഈ സ്നേഹം ഉണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റിൽ അവർ തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും. എനിക്കാണെങ്കിലോ അവരുടെ വഴക്ക് തീർക്കാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ. ഒരു പണിയെടുക്കാൻ അവർ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു പണി എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ ഓരോ വഴക്ക്. ഒരാളൊരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അതേ സാധനം മറ്റൊരാൾക്കും വേണം. അതിനുള്ള വഴക്കായിരിക്കും. പിന്നെ നേരത്തെ ചാർജറിനായിരുന്നു വഴക്ക്. അതുകൊണ്ട് എന്താക്കി, ഞാൻ ചാർജർ വാങ്ങി വേഗം വെച്ചു. അങ്ങനെ അമ്മൂസിൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവളെ കുളിപ്പിച്ചെടുക്കാം. അവൾക്ക് നല്ല ഉറക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവളെ കുളിപ്പിച്ച് മാറ്റി. അവളുടെ കുളി കഴിഞ്ഞതും ഞാൻ അവളെ ഉറക്കാൻ കിടത്തി. അപ്പോഴതേ അവൾ എന്നെ തിരിച്ചുറക്കുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടന്ന് അവൾ വേഗം ഉറങ്ങും കേട്ടോ. പിന്നെ കൈ എപ്പോഴും അവളുടെ വായി തന്നെ ആയിരിക്കും. പിന്നെ അവളെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛമ്മ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മ എവിടെ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അച്ഛമ്മ എങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛമ്മ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ നല്ലോണം ഉറങ്ങി. അവളെ കിടത്താൻ പോയി. 1-2 പ്രാവശ്യം ഉറക്കിയിട്ട് കിടത്തിയപ്പോൾ അവൾ തിരിച്ച് എഴുന്നേറ്റു കേട്ടോ. ഇത് അങ്ങനെ അവസാനം പിന്നെയും ഉറക്കിയിട്ട് പിന്നെയും കിടത്തുന്ന കിടത്തലാണിത്. അങ്ങനെ 3-4 പ്രാവശ്യം ഉറക്കി കിടത്തിയതിന് ശേഷം പിന്നെ അവൾ അങ്ങനെ നല്ലോണം അങ്ങനെ ഉറങ്ങി. അവളെ ഉറക്കി കിടത്തി അവളുടെ കൂടെ എനിക്കും ഉറങ്ങിയാൽ മതി എന്നായി. പിന്നെ അവളെ ഉറക്കി കിടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് കുഞ്ഞൂസ് വന്നു. അവനോട് മിണ്ടല്ലേ, അവൾ ഉറങ്ങുക എന്നുള്ള ആക്ഷൻ കാണിച്ചപ്പോൾ കുഞ്ഞൂസ് എന്നിട്ടും അവിടുന്ന് പോയിട്ടില്ല. പിന്നെ അവൻ ഓരോ കാര്യം വർത്തമാനം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു.
പിന്നെ അമ്മൂസിനെ ഇറക്കി ഞാൻ മെല്ലെ ഇങ്ങനെ നിൽക്കും. അതിസാഹസികമായിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അതുകൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെത് അവളുടെ കാലിൽ ഇതായിട്ടുണ്ടായിരുന്നു, കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മെല്ലെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എന്താക്കി, കുഞ്ഞൂസ് അടുത്ത് വന്നിട്ട് ഓരോന്ന് പറഞ്ഞ് ചിണുങ്ങുന്നുണ്ടായിരുന്നു. കാരണം അവൾ ഉറങ്ങിയല്ലോ, അവനിനി വികൃതി കളിക്കാനൊന്നുമില്ല. പിന്നെ നേരെ പോയി അവനെ കുളിപ്പിക്കാൻ പോയി. അവളെ ന്യൂസിനെ കുളിപ്പിച്ച് അവിടെ നിർത്തി ഇവിടെ വന്നപ്പോഴത്തേക്കും അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിന് അവനെ അവിടെ നിർത്തി അവളെ എടുത്തുകൊണ്ട് വന്ന് അവന് ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായി. പിന്നെ അമ്മൂസിന് ചിണുങ്ങലായിരുന്നു. പിന്നെ അങ്ങനെ കുഞ്ഞൂസിന് ബനിയനും ട്രൗസറൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കൂ. അതിൻ്റെ ഇടയ്ക്ക് അമ്മൂസ് അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ, അമ്മൂസിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരാളെ സ്നേഹിക്കുന്നത് മറ്റൊരാൾക്ക് കണ്ടുകൂടാ. അപ്പോൾ കുഞ്ഞൂസ് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മൂസിന് ഭയങ്കര വാശിയായിരിക്കും. അതേപോലെ തിരിച്ചു. രണ്ടാൾക്കും നല്ല സ്നേഹമാണെങ്കിലും കൂടി ഓരോരുത്തർക്ക് ഈ അസൂയ പറയില്ലേ, അസൂയയുണ്ട്. നല്ല അസൂയയാണ് രണ്ടു പേർക്കും. അങ്ങനെ അവന് ഒരു വിധത്തിൽ ബനിയനും ട്രൗസറൊക്കെ ഇടിയിച്ച് വന്നപ്പോഴേക്കും അമ്മൂസിൻ്റെ കരച്ചിൽ അങ്ങ് ഉച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവളെ എടുക്കാൻ നോക്കുമ്പോഴേക്കും അപ്പോഴത്തേക്കും കുഞ്ഞൂസിൻ്റെ ഭയങ്കര ഒരു സ്നേഹപ്രകടനം. കുഞ്ഞൂസിൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ എത്ര തുടച്ചിട്ടും പോകുന്നേയില്ല. പക്ഷേ എനിക്ക് ഈ മുടി നീട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കി, ഏട്ടനോട് ഞാനങ്ങനെ പറഞ്ഞു, അവൻ്റെ അങ്ങനെ വെട്ടേണ്ട അപ്പാച്ചിയാണ് അവനെ വെട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറാണ് ഞാൻ പതിവ്. അപ്പം അതുകൊണ്ട് അപ്പോഴത്തേക്കും അമ്മൂസിന് അവൻ്റെ മുടിയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ടപ്പോഴത്തേക്കും അമ്മൂസിന് അസൂയ മൂത്ത് അമ്മൂസ് എൻ്റെ അടുത്ത് എന്താക്കി, അമ്മൂസ് വേഗം ചാടി കയറി എൻ്റെ കയ്യിലിരുന്നു. പിന്നെ ആ കുഞ്ഞൂസിൻ്റെ മുടിയൊക്കെ ഒന്ന് കൊതറി കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞൂസിനും ഭയങ്കര സ്നേഹം. കാരണം എന്താ, അമ്മൂസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവന് ഭയങ്കര ഉമ്മ തരുത്തും തന്നെയായിരുന്നു പണി. പിന്നെ അമ്മൂസ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, അതുകൊണ്ടുള്ള ഒരു സ്നേഹപ്രകടനമായിരുന്നു അവനത്. പിന്നെ അവൻ്റെ ഉമ്മവക്കൽ കഴിഞ്ഞ് അസഹ്യമായപ്പോൾ ഞാൻ അവനെ അവിടെ നിർത്തി. പിന്നെ അവനെ എടുക്കണം പറഞ്ഞ് വാശിയായി. പിന്നെ ഞാൻ എന്താക്കി, അവനെ എടുത്ത്, രണ്ടാളെ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അവനെ എടുത്ത് അവിടെ നിർത്തി. അപ്പോൾ അതുകൊണ്ട് അവൻ കിടന്ന് കറങ്ങുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അവന് 2 കറക്കവും കറക്കി അവിടെ നിർത്തി. പിന്നീട് മക്കൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും കഴിക്കാനും ഇരുത്തി ഞാൻ എൻ്റെ പണിയിലേക്കും കിടന്നു. ഓരോ റൂമായിട്ട് അടിച്ച് വരുമ്പോഴത്തേക്കും അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുകയാണോ അതോ ഭക്ഷണം കളയുകയാണോ എന്നുള്ളത് ഞാൻ പിന്നെ അവിടെ അടിച്ച് വാരാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അവർക്ക് രണ്ടാളെ അവിടെ ഒരു മൂലയിലിരുത്തി ഞാൻ ഓരോ റൂമായി അടിച്ച് വാരി തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിൽ പിന്നെ ഫുൾ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നിലം കാർപ്പറ്റ് ഇട്ടതാണ്. പിന്നെ ഓരോ ഭാഗത്ത് പോകുമ്പോഴും ഓരോ കളിപ്പാട്ടങ്ങളായിരിക്കും. എല്ലാ റൂമിലും നിരത്തി കളിപ്പാട്ടങ്ങൾ ഇട്ടിട്ടുണ്ട്. 2 പേരുടെയും കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെറുക്കി എൻ്റെ നടു ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓരോ റൂമായി ഞാൻ അടിച്ച് വാരി വന്ന് പിന്നെ ഓരോരുത്തരുടെയും കളിപ്പാട്ടങ്ങളും അതും ഇതും എല്ലാം കൂടി പെറുക്കി മാറ്റി വെച്ച് വന്നപ്പോഴേക്കും മക്കളിതേ ഭക്ഷണം എല്ലാം കഴിച്ച്, ഒരാൾ കഴിച്ച് കഴിഞ്ഞ് അതിൽ കളിക്കാൻ തുടങ്ങി, മറ്റൊരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്താക്കി, അവർ കഴിച്ച് കഴിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. അതെന്താ വെച്ചാൽ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, എന്തായാലും ഇനിയും അവിടെ ഇവിടെയൊക്കെ ചോറിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കുളി കഴിഞ്ഞാൽ രാവിലെ ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്കൊരു ചെറിയൊരു വിശപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താക്കും, ഞാൻ ചോറ് കൊടുക്കും. അങ്ങനെ 2 പേർക്കും ചോറ് ഇട്ട് കൊടുത്തു. അമ്മൂസാണെങ്കിലും അമ്മൂസിന് വാരി കൊടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം അവൾക്ക് ഈ പെറുക്കി ഒറ്റയ്ക്ക് എടുത്ത് തിന്നുന്നതാണ് കേട്ടോ. അങ്ങനെ അമ്മൂസിൻ്റെ പാത്രത്തിൽ കൊടുത്തത് അമ്മൂസ് അതാണ്ട് താഴെയെല്ലാം ഇട്ട് കുഞ്ഞൂസ് അവിടെ ഇരുന്ന് സോഫയിൽ ഒതുങ്ങിയിരുന്ന് തിന്നുന്നുണ്ട്. ഞാൻ നേരത്തെ വിരിച്ചിട്ട് സോഫയുടെ കോലം കണ്ടോ, അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. പിന്നെ അവരെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാക്കി ഫുൾ അടിച്ച് വാരി ഇട്ടത്. പിന്നീടുള്ള പണി തുടയ്ക്കലായിരുന്നു. തുടയ്ക്കലെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഒപ്പാസ് തൊടാം, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ ഈ നിലത്ത് കൂടെ നടക്കുന്നതല്ലേ, അങ്ങനെ തുടച്ചിടാതെ വേറെ നിവൃത്തിയുമില്ല. അപ്പോൾ പിന്നെ എന്താക്കി, അങ്ങ് തുടച്ചിട്ടു. എൻ്റെ തുടയ്ക്കൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എൻ്റെ അലക്കും കഴിഞ്ഞിട്ടില്ല, കുളിയും കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ കൃഷ്ണനില്ലേ, ആ ലിറ്റിൽ കൃഷ്ണൻ,
അത് ഞാൻ വരച്ചതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ തുടയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും മക്കളെ ഞാനൊരു സൈഡാക്കി വെച്ചു, അതായത് ഉറക്കിയെന്ന്. അങ്ങനെ അവർ രണ്ടാളെയും ഉറക്കിയിട്ടാണ് എൻ്റെ ബാക്കി പരിപാടി. പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുള്ളത് എന്താ, തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിലും ഇട്ടു. അത് തുണി അലക്കാനിട്ടു. ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ച് വന്നപ്പോഴേക്കും തുണിയൊക്കെ അലക്കി സെറ്റായി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 1-2 കേക്കിന് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുണിയെല്ലാം വേഗം ആറിയിട്ട് ബാക്കി കേക്കിൻ്റെ പരിപാടികളൊക്കെ നോക്കി. ഒരു 2 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേക്കിൻ്റെ പണി വേഗം നോക്കി. ഇത് 1ാമത്തെ കേക്ക്. ഇത് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. പിന്നെ ഒന്ന് റെഡ് വെൽവെറ്റ് ആയിരുന്നു, ഒരു 1/2 kg റെഡ് വെൽവെറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.